Hello everyone, welcome to G-Pod Plus 2 Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററിയിൽ 100% ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ക്രൊണോളജിക്കൽ ഓർഡർ. ശ്രദ്ധിക്കണം, 100% ഉറപ്പാണ് എന്ത് ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കുന്നത്. 100% ഉറപ്പാണ് പ്ലസ് ടു ഹിസ്റ്ററിയിൽ എന്ത് ചോദിക്കും, ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ക്രൊണോളജിക്കൽ ഓർഡർ 3 ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുക. ഒന്ന് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അവസാന 2 ചാപ്റ്റർ ഉണ്ട്, 14-15 ചാപ്റ്റർ. അതേപോലെ നമ്മുടെ ഈ ഒരു ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചോദിച്ചേക്കാം, ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടാണ്, കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ തരും, അതിന്റെ വർഷങ്ങൾ നിങ്ങൾക്ക് തരില്ല. വർഷങ്ങൾ ഓർത്തെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓർഡർ ആക്കി എഴുതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, 1498 ഓരോ വർഷം നടന്ന സംഭവങ്ങളും ആ സംഭവം നിങ്ങൾ ഓർത്ത് വെക്കണേ. 1498 എന്താണ് വാസ്കോ ഡി ഗാമ എവിടെ എത്തി, കോഴിക്കോട് എത്തി. 1577 എന്ത് ചെയ്യാണ്, പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിച്ചു. 1404 എന്താ, ഡച്ച് റീച്ച് കാലിക്കറ്റ്, ഡച്ചുകാർ കോഴിക്കോട് എത്തി. 1721 എന്താ, ആറ്റിങ്ങൽ റിവോൾട്ട് അഥവാ ആറ്റിങ്ങൽ കലാപമാണ്. 1729 എന്താ, മാർത്താണ്ഡവർമ്മ എവിടുത്തെ റൂളറായി, ട്രാവൻകൂർ റൂളർ അഥവാ തിരുവിതാംകൂർ രാജാവായി. അതേപോലെ തന്നെ 1741 എന്താ, ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധമുണ്ട്. അതേപോലെ തന്നെ 1772 എന്തുണ്ട്, സംക്ഷേപ വേദാർത്ഥത്തിൽ, അതായത് പ്രിന്റഡ് ബുക്കായുള്ള സംക്ഷേപ വേദാർത്ഥം ഉണ്ട്. 1792 എന്തുണ്ട്, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ട്. 1793 പഴശ്ശി റിവോൾട്ടില് പഴശ്ശി കലാപം ആരംഭിച്ചു. അത് മാത്രമല്ല 1805 എന്താണ്, ബ്രിട്ടീഷുകാർ ട്രാവൻകൂർ റൂളറുമായിട്ട് എന്ത് ചെയ്യാണ്, കൈകോർക്കുകയാണ്. പിന്നെ 1809 കുണ്ടറ പ്രോക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം ഉണ്ട്. 1812 കുറിച്യ റിവോൾട്ട് അഥവാ കുറിച്യ കലാപം ഉണ്ട്. 1870 എന്താണ്, ഗൗരി പാർവതിബായി എന്ത് ചെയ്യാണ് പിന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. 1841 എന്തുണ്ട്, റവ ഹബിക് എന്ത് ചെയ്തു, ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1847 എന്താ, രാജ്യസമാചാരം, മലയാളത്തിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആയിട്ടുള്ള രാജ്യസമാചാരം സ്ഥാപിച്ചു. പിന്നെ 1859 എന്ത്, ചാനാർ അജിറ്റേഷനും അതേപോലെ തന്നെ ആ ചാനാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോക്ലമേഷൻ കൊണ്ടുവരുന്നത്. 1862 ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരി സ്ഥാപിച്ചു. 1866 വിക്ടോറിയ ഹൈസ്കൂൾ വാസ് എസ്റ്റാബ്ലിഷിംഗ് പാലക്കാടില്. അതേപോലെ തന്നെ 1875 മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്, വരികയാണ്. തീർന്നിട്ടില്ല. 1891 മലയാളി മെമ്മോറിയലാണ്. 1897 ശ്രീ ശങ്കരൻ നായരാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിന്റെ അമരാവതി സെഷനെ പ്രിസൈഡ് ചെയ്തത്. തീർന്നിട്ടില്ല. 1920 മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസ് അഥവാ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനമാണ്. 1921 ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓൾ കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലത്ത് ടി പ്രകാശ് നേതൃത്വത്തിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടന്നു. മലബാർ റിവോൾട്ട് നടന്നത് ഈ വർഷമാണ്. 1924-25 വൈക്കം സത്യാഗ്രഹമാണ്. 31-32 ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1936 ടെമ്പററി പ്രോക്ലമേഷന് പട്ടിണി ജാഥ, AK ഗോപാലൻ നടത്തിയ പട്ടിണി ജാഥയൊക്കെ ഈ ഒരു വർഷമാണ് നടക്കുന്നത്. പിന്നെ 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാണ്, സ്ഥാപിതമായി. 1941 കയ്യൂർ റിവോൾട്ട് ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്, കയ്യൂർ ബോംബ് കേസ് ഉണ്ട്. 1946 പുന്നപ്ര വയലാർ റിവോൾട്ട് ഉണ്ട്. 1947 പാലിയം സത്യാഗ്രഹം ഉണ്ട്. 1949 തിരുക്കൊച്ചി, ട്രാവൻകൂറും കൊച്ചിയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് തിരുക്കൊച്ചി ഉണ്ടാകുന്നത്. 1956 ഐക്യ കേരളം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫോം ചെയ്തു. തീർന്നിട്ടില്ല. 1950 നമ്മൾ ഗാന്ധിജിയുടെ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. 1916 ഗാന്ധിജിയുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രസംഗം. 1917 ചമ്പാരൻ മൂവ്മെന്റ്. 1918 കേദ സത്യാഗ്രഹൻ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. 1919 റൗലത്ത് സത്യാഗ്രഹ, ജാലിയൻവാല മസാക്കർ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. 1921 നോൺ കോർപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. 1922 ചൗരി ചൗര ഇൻസിഡന്റ്. 1928 സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള സമരമാണ്, നോക്കി വെച്ചിട്ടോ. അതേപോലെ 1929 ലാഹോറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ ആണ്. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ നിയമലംഘന പ്രസ്ഥാനം ഉണ്ട്. അതേപോലെ ദണ്ഡി മാർച്ച് ഉണ്ട്. 1ാം വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട്. 1931 എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസും ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം വന്നു. 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷൻ ആണ്. അതേപോലെ കോൺഗ്രസ് മിനിസ്റ്ററീസിലെ, അതായത് കോൺഗ്രസ് മന്ത്രിസഭകളുടെ രൂപീകരണമുണ്ട്. അതേപോലെ തന്നെ 1939 സെക്കൻഡ് വേൾഡ് വാർ വരികയും ഈ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുകയും ചെയ്തു. 1940 പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ റെസൊല്യൂഷൻ വരികയാണ്. 1942 ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഓർത്ത് വെച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനോ ക്രിപ്സ് മിഷനും. പിന്നെ 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നതും ബ്രിട്ടൻ ലേബർ ഗവൺമെന്റ് വരുന്നതും. 1946 എന്ത് ചെയ്യാണ്,
ഡയറക്റ്റ് ആക്ഷൻ്റെയും ആ കാര്യങ്ങളൊക്കെ 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു, 1948 മഹാത്മാഗാന്ധി ഗട്ട് അസാസിനേറ്റഡ്. ഇങ്ങനെയുള്ള ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, ക്രൊണോളജിക്കൽ ഓർഡർ ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ ചാൻസ് കേരളത്തിന്റെ ചാപ്റ്റർ ആട്ടോ, 14 and 15 ചാപ്റ്റർ, 14ാമത്തെയും 15ാമത്തെയും ചാപ്റ്ററിൽ നിന്നാണ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക ഏതൊക്കെ ചാപ്റ്റർ നാടാ, 14th and 15th കേട്ടോ. 14ാമത്തെയും 15ാമത്തെയും ചാപ്റ്റർ നിന്നാണ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, ഈ ഒരു കേരളത്തിന്റെ ഭാഗത്ത് നിന്നാണ് ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമത്തിൽ എഴുതാൻ ചോദിക്കുക. ഇനി ഇതിന് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ പറയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് അതായത് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതേ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് തരും, അതിന് നിങ്ങളോട് എന്ത് പറയും, ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ പറയട്ടെ. ഇങ്ങനെ ഒരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഇങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരും, എന്നിട്ട് ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ പറയും. അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇതിന് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ഇതേപോലെയുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിനെ ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പൊതുവെ എക്സാമിന് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓർഡർ ആക്കി എഴുതണം, വർഷം നിങ്ങൾക്ക് തരില്ല, വർഷം നിങ്ങളുടെ ഓർമ്മയിൽ നിർത്തി എഴുതണം. അപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങളുടെ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കട്ടോ. ഓക്കെ ആണല്ലോ. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, ക്രോണോളജിക്കൽ ഓർഡർ കാലഗണനാ ക്രമം. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.